ഹലോ ഹായ് ഫ്രണ്ട്സ്. ഇത് ബാംഗ്ലൂർ പോയതിന്റെ ബാക്കി വീഡിയോ ആണ് കേട്ടോ. അപ്പൊ ഇപ്രാവശ്യം നമ്മുടെ പർച്ചേസ് കുറച്ച് നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ നമുക്ക് സമയം കിട്ടാറില്ല, പക്ഷെ ഇന്ന് കുറച്ച് നേരത്തെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങളിതാ ഫുഡ് കഴിച്ചിട്ട് ഇനി ഇപ്പൊ കുറച്ച് സമയം നമുക്ക് ബാലൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. കുറെ നാളായതുകൊണ്ട് അവിടേക്ക് നമ്മൾ പോയിട്ട്. സാധാരണ ഇപ്പോൾ നമ്മൾ പോകുമ്പോഴൊന്നും നമ്മളിപ്പോൾ സ്റ്റേ ചെയ്യുന്നിടത്തുനിന്ന് കുറച്ച് ദൂരം ഉണ്ട് നമുക്ക് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക്. അപ്പോൾ സമയം കിട്ടാറില്ല പോകാനായിട്ട്. അപ്പോൾ അത് നമ്മുടെ സ്റ്റോക്കായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പർച്ചേസ് അല്ല, ജസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് നമുക്ക് അവിടെ ചീപ്പായിട്ട് കിട്ടും ചില സമയത്ത്. സാധാരണഗതിയിൽ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് അത്യാവശ്യം ഒരു പോഷ് ഏരിയ ആണ്, സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് പേശി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം റീസണബിൾ ആയിട്ടുള്ള റേറ്റിൽ സാധനങ്ങൾ കിട്ടും. അപ്പൊ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ സാധാരണഗതിയിൽ ഈ ഒരു തിരക്കല്ല നമുക്ക് അവിടെ കാണാൻ കഴിയാറ്. നല്ല തിരക്കാണ്. പക്ഷെ എന്തുകൊണ്ടോ ആ സമയം ആയതുകൊണ്ടാണോ അതോ ഇടദിവസം ആയതുകൊണ്ടാണോ എന്നറിയില്ല, തിരക്ക് വളരെ കുറവായിരുന്നു. ഇത് നമ്മള് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിന്റെ ഉള്ളിലേക്ക് കുറച്ചങ്ങോട്ട് നീങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചപ്പൽ ബസാറുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ കിട്ടുന്ന 750, 850 അല്ലെങ്കിൽ 900 റേഞ്ചിലുള്ള ചപ്പൽസ് ഒക്കെ നമുക്ക് അവിടെ ഒരു 250, 350 നമുക്ക് കിട്ടും. പക്ഷെ നമ്മളത് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മളതൊന്ന് റീസ്റ്റിച്ച് ചെയ്താലാണ് നമുക്കതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. അല്ലാത്ത പക്ഷം എനിക്കത് അത്ര വൃത്തായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ എടുത്തതൊക്കെ പെട്ടെന്ന് നാശമായി പോയായിരുന്നു. നമ്മളതൊന്ന് റീസ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നാളെ അത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ചപ്പൽ ബസാർ മാത്രല്ല, ബാഗുകളുണ്ട്. എല്ലാം നമുക്ക് അത്യാവശ്യം നമ്മൾ അവരൊരു 1000 രൂപ പറഞ്ഞ് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു 650, 500 രൂപയിൽ നമുക്കത് വില പേശി നമുക്കത് കിട്ടും കേട്ടോ. അങ്ങനെ ധീരുവിന് നമ്മളിപ്പോ ട്രെൻഡിങ് ആയിട്ടുള്ള ഫാൻ ഉണ്ടല്ലോ, ആ ഫാൻ വാങ്ങണം എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ നിൽക്കുന്നതാണ് ഇപ്പൊ കാണുന്നത്. പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവനത് 350 രൂപയെ പറഞ്ഞു. അത് പറഞ്ഞ് എത്രയാണ് 200 രൂപയ്ക്കാണ് ഞങ്ങൾ അത് വാങ്ങിച്ചത്. പക്ഷെ ഇവിടെ പൂരത്തിന് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു ആ ഫാനാണ്. അവിടെ 150 രൂപയുള്ളൂ. അതാ ഞാൻ പറഞ്ഞത്, കുറെ ഐറ്റംസ് റേറ്റ് കൂടുതലും ഉണ്ട്. എന്താ, ചില ഐറ്റംസ് നമുക്ക് നല്ല ചീപ്പിനും കിട്ടും. അങ്ങനെ ഞങ്ങൾ ആ റൂമിലെത്തി. പിന്നെ ഇരിക്കാനൊന്നും നമുക്ക് സമയം ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി പിന്നെ വേഗം റൂമിൽ വെക്കേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മള് റിട്ടേൺ ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് 9 മണിക്കായിരുന്നു കേട്ടോ. അപ്പൊ ഞങ്ങള് വേഗം ഒരു ഓട്ടോ പിടിച്ച്, നമുക്ക് മജസ്റ്റിക്കിന്നായിരുന്നു ബസ് ഉണ്ടായിരുന്നത്. അപ്പൊ അവിടെ വന്നു കുറച്ചു നേരം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ബസ് വന്നു കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ, സീ യു.